ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിലെ ആദ്യത്തെ അധ്യായം അതിൻ്റെ പദങ്ങളുടെയൊക്കെ അർത്ഥത്തെ കൂടി ഒന്ന് വിചാരം ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. നമ്മൾ ഓരോ അധ്യായവും അതിൻ്റെ ശ്ലോകങ്ങൾ പഠിക്കുന്നതിന് മുൻപ് ആ അധ്യായത്തിൻ്റെ കഥാസാരം എന്താണ് എന്ന് ഒന്ന് നോക്കാറുണ്ട്. ഇവിടെയും അതുപോലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരമാണ് ഇന്ന് എന്താണ് എന്ന് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിലെ ശ്ലോകങ്ങളിലൂടെ വ്യാസഭഗവാൻ അത് എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരമാണ് പറയുന്നത്. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഭക്തിദേവിയും ശ്രീ നാരദ മഹർഷിയുമായിട്ടുള്ള സംവാദം, അതിൻ്റെ ആ ഒരു സംവാദത്തോടു കൂടിയാണ് ആദ്യത്തെ അധ്യായം നമ്മൾ നിർത്തിയത്. ഭക്തിദേവിയുടെ സങ്കടം, തൻ്റെ 2 പുത്രന്മാരായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങളുടെ ക്ഷയം അല്ലെങ്കിൽ ശക്തി ക്ഷയം, ആ ദുഃഖം ഭക്തിദേവി ശ്രീ നാരദ മഹർഷിയോട് പറയുന്നതും, അങ്ങനെ ശ്രീ നാരദ മഹർഷി എങ്ങനെയാണ് ഭക്തിദേവി ആ ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ നോക്കുന്നത്, അത് പൂർണ്ണമായിരുന്നില്ല. അതാണ് ഇനിയുള്ള ഈ ഒരു രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിന് ശ്രീ നാരദ മഹർഷി എന്താണ് ചെയ്തത് എന്നാണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. തുടങ്ങുന്നതേ അങ്ങനെ തന്നെയാണ്. അതായത് ആദ്യത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയാണ് രണ്ടാമത്തെ അധ്യായം. പക്ഷെ ഇവിടെ നമ്മൾ ഭക്തിദേവിക്ക് ശ്രീ നാരദ മഹർഷി കൊടുക്കുന്ന അല്ലെങ്കിൽ കരകയറാൻ പറഞ്ഞു കൊടുക്കുന്ന ഉപായങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രീ നാരദ മഹർഷിയുടെ ഒരു പ്രയത്നം, അങ്ങനെ തുടർന്ന് സനൽകുമാരാദി മഹർഷിമാരുടെ സാമീപ്യത്തിലേക്ക് ശ്രീ നാരദ മഹർഷി എത്തിച്ചേരുന്നതും, അങ്ങനെ ഈ സനൽകുമാരാദി മഹർഷിമാരും ശ്രീ നാരദ മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദവുമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ശ്രീ വ്യാസഭഗവാന്. ഈ ഒരു രണ്ടാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ഭക്തിദേവിയുടെ സങ്കടമെല്ലാം കേട്ട ശ്രീ നാരദ മഹർഷി ഭക്തിദേവിയെ ആശ്വസിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യമേ പറയുന്നുണ്ട്, അല്ലയോ ഭക്തി, ഇവിടെ മകളെ എന്നുള്ള അർത്ഥത്തിലാണ്, ബാലെ എന്നാണ് അവിടെയും ഭക്തിദേവിയെ സംബോധന ചെയ്യുന്നത്. കാരണം ഒരു രക്ഷകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ശ്രീ നാരദ മഹർഷി ഇവിടെ ഭക്തിയെ ആശ്വസിപ്പിക്കുന്നത്. ആശ്വാസവാക്കുകൾ തന്നെയല്ല, പിന്നീട് നമുക്ക് കാണാം ആ ഭക്തിയുടെ മഹത്വം എന്താണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഭക്തിദേവിയെ ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയെ നമുക്ക് ഈ ഒരു ഉപദേശത്തിൽ കാണാൻ കഴിയും. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ദുഃഖം വന്നാൽ പലപ്പോഴും തളർന്നു പോകുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണല്ലേ. അപ്പോൾ ആ ശക്തി എന്താണ് എന്ന് നമുക്ക് ആരെങ്കിലും ഒരാളൊന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലെ ആ ശക്തി ഉണരുകയായി. ഇവിടെയും ശ്രീ നാരദ മഹർഷി അതേ രീതിയിൽ തന്നെയാണ് ഭക്തിദേവിയെ ഒന്ന് ഉണർത്താൻ ശ്രമിക്കുന്നത്, അഥവാ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറയുകയാണ്, അല്ലയോ ബാലെ, നീ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടേണ്ടതില്ല. കാരണം ഇങ്ങനെ സങ്കടപ്പെട്ടത് കൊണ്ട് എന്ത് ഫലമാണുള്ളത്?
ഏതൊരു ദുഃഖവും തീരണമെങ്കിൽ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ അങ്ങോട്ട് ഭജിക്കുക. അതിന് ഉദാഹരണം കൂടി ഇവിടെ ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീ നാരദ മഹർഷി പറയുന്നത് ആ പാഞ്ചാലിയെയും ഗോപസ്ത്രീകളെയും ഒക്കെ രക്ഷിച്ചില്ലേ ഭഗവാന്? അതെങ്ങനെയാണ് രക്ഷിച്ചത്? ഭക്തി ഒന്നുകൊണ്ട് മാത്രമല്ലേ രക്ഷിച്ചത്. അങ്ങനെ രക്ഷിച്ച ആ ഭഗവാൻ, നമുക്കറിയാം ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്ക് പോയതിന് ശേഷം കലിയുഗത്തിൻ്റെ ആരംഭത്തിലാണ് ഈ ഭക്തിദേവിയുടെ സങ്കടങ്ങളും ഇതുമെല്ലാം നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ പറയാണ്, പക്ഷെ അങ്ങനെ ആ പാഞ്ചാലിയെയും ആ ഗോപസ്ത്രീകളെയും രക്ഷിച്ച ഭഗവാൻ എങ്ങും പോയിട്ടില്ല. ഭഗവാൻ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് അല്ലയോ മകളെ, ബാലെ, നീ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ അങ്ങോട്ട് ഭജിച്ചോളൂ. അങ്ങനെ അവരെ രക്ഷിച്ചു എന്ന് തന്നെയല്ല, ഭഗവാനാണെങ്കിൽ ഏറ്റവും തൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ് നീ, അല്ലയോ ഭക്തി. അതുകൊണ്ട് തന്നെ നീ വിളിച്ചാൽ ഭഗവാന് എത്ര നീചരായിരുന്നാലും അവരുടെയൊക്കെ വീടുകളിൽ ഒക്കെ സന്ദർശിക്കാറുണ്ട്. തന്നെയുമല്ല, അല്ലയോ ദേവി, അവിടുത്തെ പുത്രരായിരിക്കുന്ന ഈ ജ്ഞാനവൈരാഗ്യങ്ങളാണ് മുക്തിക്ക് ഉതകുന്നതായിട്ടുള്ള ഉപാധികൾ. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മസായുജ്യത്തിന് കാരണമായിട്ടുള്ളത് ഈ ഒരു ഭക്തി ഒന്ന് മാത്രമാണെന്നിരിക്കെ അതുകൊണ്ട് തന്നെയാണ്, അല്ലയോ. അപ്പോൾ ഇവിടെ അടുത്ത ഒന്നുകൂടി പറയുകയാണ്, ഈ ഭക്തി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബ്രഹ്മസായുജ്യത്തിന് ഭക്തി കൂടിയേ കഴിയൂ, ഭക്തിയിലൂടെ മാത്രമേ അത് നേടാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ്, അല്ലയോ ബാലെ, ഈ ഭക്തിയെ ഭഗവാൻ സൃഷ്ടിച്ചത് തന്നെ. ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഈ ഭക്തി. അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കഥയൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഭക്തിയെ. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിച്ചു കൊടുക്കുകയാണ്. ഭഗവാനാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട ആ ഭക്തി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രണ്ട് കൈകളും കൂപ്പി തൊഴുതുകൊണ്ട് ഭഗവാനോട് ഇന്ന് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഭഗവാൻ പറയുന്ന ഒരു മറുപടി, അല്ലയോ ഭക്തി, അവിടുന്ന് പോയി എൻ്റെ ഭക്തന്മാരെയൊക്കെ പോഷിപ്പിച്ചുകൊള്ളൂ എന്നാണ്. അങ്ങനെ ആ ഭഗവാന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ടാണ് ഭക്തി എന്ന ഭഗവത് ഭക്തരുടെ സമീപത്തിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ ആജ്ഞയെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച, അല്ലയോ ഭക്തേ, നിനക്ക് ഓർമ്മയുണ്ടോ, അന്ന് ഭഗവാന് മുക്തിയായിട്ടുള്ള ദാസിയെയും, മുക്തി എന്നു പേരുള്ള ദാസിയെയും ഒപ്പം ഈ ജ്ഞാനം വൈരാഗ്യം എന്നു പേരുള്ള രണ്ട് പുത്രരെയും അവിടുത്തെ കൂടെ കൂട്ടി വിട്ടിരുന്നു. ഇനി അവിടുത്തെ ഒരു ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, അല്ലയോ ബാലെ, അവിടുന്ന് ഈ ഇഹലോകത്തിൽ മാത്രമല്ല, സാക്ഷാൽ വൈകുണ്ഠത്തിൽ പോലും അവിടുന്ന് കുടികൊള്ളുന്നുണ്ട്. അവിടുന്ന് പക്ഷെ അവിടെ വൈകുണ്ഠത്തിൽ അവിടുത്തെ സ്വരൂപമായി തന്നെയാണ് അവിടുന്ന് ഭക്തരെ പോഷിപ്പിക്കുന്നതെങ്കിൽ, കാരണം വൈകുണ്ഠത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാന്റെ ആ ഒരു ആനന്ദലഹരി. ആനന്ദസ്വരൂപനായ ഭഗവാന്റെ ആനന്ദലഹരിയിൽ ആറാടുന്ന ഭക്തർ അവരെങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നത്? ആ ഭക്തിയിലൂടെ തന്നെയാണ്. അപ്പോൾ സ്വരൂപമായി തന്നെ ഭക്തി അവിടുന്ന് അവിടെ വൈകുണ്ഠത്തിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ, ഇവിടെ അവിടുന്ന് ഛായാരൂപിണിയായിട്ടാണ് ഈ ഇഹലോകത്തിൽ അവിടുന്ന് നിലനിൽക്കുന്നത്. പക്ഷെ ആ ഛായാരൂപിണിയായി ഇരുന്നു കൊണ്ടും തൻ്റെ ഭക്തരെയൊക്കെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭഗവാന്റെ ഭക്തരെയൊക്കെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തിദേവി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് പേരോടും, മുക്തി, ജ്ഞാനം, വൈരാഗ്യം, ഈ മൂന്ന് പേരോടും കൂടി ചേർത്താണ് ഭഗവാൻ ഭക്തിയെ സൃഷ്ടിച്ച് ഈ ഇഹലോകത്തിലേക്ക് വിടുന്നത്. പക്ഷേ
കൃതയുഗം മുതൽ നമുക്കറിയാം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഈ 3 യുഗങ്ങളിലും ഈ 3 പേരോടും കൂടി ചേർന്ന് ഭക്തിദേവി വളരെ സുഖമായി സന്തോഷമായി ജീവിച്ചുവെങ്കിലും കലിയുഗം തുടങ്ങിയപ്പോൾ ഈ ഒരു നാസ്തികരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് കലിയുഗത്തിൽ. അതുകൊണ്ട് തന്നെ മുക്തി തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് പോയി. പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങളാകട്ടെ തങ്ങളെ ആരും നോക്കാനും ശ്രദ്ധിക്കാനും ഇല്ലാതെ വന്നപ്പോൾ അവരുടെ ബലവും ക്ഷയിച്ചുപോയി. പക്ഷെ ഈ മുക്തി വൈകുണ്ഠത്തിലേക്ക് പോയെങ്കിലും ഭക്തിദേവി എപ്പോൾ സ്മരിക്കുന്നുവോ അപ്പോൾ ഈ മുക്തി തിരിച്ചു വരികയും ഭഗവാന്റെ ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മുക്തി തിരിച്ചു പോയെങ്കിലും തൻ്റെ പുത്രന്മാരായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഭക്തി ഇന്നും ഈ ഇഹലോകത്തിൽ അങ്ങനെ വാഴുന്നുണ്ട്. ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഭക്തി ഇന്നും ഇവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് അല്ലയോ ഭക്തേ, അല്ലയോ ബാലേ, അവിടുത്തെ ആ ഒരു മഹാത്മ്യം തിരിച്ചറിയുക. ഇങ്ങനെ ദുഃഖിച്ച് ഇരിക്കേണ്ട കാര്യമില്ല എന്നാണ് ശ്രീ നാരദ മഹർഷി ഉപദേശിക്കുന്നത്. കാരണം ഈ 3 യുഗങ്ങൾ കഴിഞ്ഞ കലിയുഗം തുടങ്ങിയപ്പോൾ നമുക്കറിയാം, ഈ കലിയുഗത്തോളം മഹത്വമേറിയതല്ല മറ്റു 3 യുഗങ്ങളും. കാരണം ഈ കലിയുഗത്തിൽ മാത്രമേ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഭഗവാനിങ്കിലേക്ക് എത്തിച്ചേരാനാവുകയുള്ളൂ. നമുക്കറിയാം, പൂന്താനം തിരുമേനി പാടിയതുപോലെ യുഗം 4 നല്ലൂ കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. എല്ലാ ഭൗതിക സുഖങ്ങളുടെ നടുവിൽ ഇരുന്നു കൊണ്ടും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവത് കീർത്തനത്തിലൂടെ, ഭഗവത് നാമജപത്തിലൂടെ, ഭഗവത് ആരാധനയിലൂടെ ഭഗവാനിലുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രം ആ ഒരു മുക്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഈ കലിയുഗത്തിൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ശ്രീ നാരദ മഹർഷി ഭക്തിദേവിയോട് പറയുകയാണ്, തുടർന്ന് പറയുകയാണ്, അതുകൊണ്ട് അല്ലയോ ബാലേ, അവിടുന്ന് ഒന്നും ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. ഈ ഭക്തിയെ ഓരോ വീടുകൾ തോറും വ്യക്തികൾ തോറും ഞാൻ ഇനി ഇവിടെ ഈ കലിയുഗത്തിൽ അതുകൊണ്ട് തന്നെ വാഴിക്കുന്നുണ്ട്. ധർമ്മത്തോടൊപ്പം ഭഗവാന് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളതൊക്കെ ആ ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു മഹത്തായ ഉദ്ദേശ്യത്തോടു കൂടിയായിരുന്നു. അപ്പോൾ പറയുകയാണ്, ധർമ്മത്തോടൊത്ത് ഭക്തിയെ ഞാൻ ഇവിടെ വാഴിച്ചില്ലെങ്കിൽ, ഭക്തി മാത്രമല്ല, അതായത് ഭക്തി ഒരു മുഖം മൂടിയല്ല, ആവരണമല്ല, ധർമാചരണവും കൂടിയാണ്. ധർമാചരണത്തിൻ്റെ ഒരു പ്രത്യക്ഷ ഭാവമാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ധർമ്മത്തോട് ചേർത്ത് ഭക്തിയെ ഞാനിവിടെ നിലനിർത്തിയില്ലെങ്കിൽ ഞാൻ ഹരിയുടെ ദാസനല്ല. കാരണം ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തന്മാരിൽ ഭക്തോത്തമനാണ് ശ്രീ നാരദ മഹർഷി. അപ്പോൾ അങ്ങനെയുള്ള നിന്നോട് ചേർന്ന്, അല്ലയോ ബാലേ, നിന്നോട് ചേർന്ന് നിന്നാൽ പാപികളായിരുന്നാൽ പോലും അവർക്ക് ആ ഭഗവാന്റെ ലോകത്തെ പ്രാപിക്കുവാൻ, വൈകുണ്ഠത്തെ പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ധർമ്മത്തിന് മറ്റൊരു ലോകത്തേക്ക്, ധർമ്മം ആചരിക്കുന്ന ഒരാളിനെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ യമദൂതന്മാരു പോലും തയ്യാറാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള സ്ഥാനം വൈകുണ്ഠമാണ്. അതുകൊണ്ടിവിടെ ശ്രീ നാരദ മഹർഷി പറയുകയാണ്, അങ്ങനെ ഭക്തിയുള്ള, ഭഗവത് ഭക്തി ഉള്ളിൽ നന്നായിട്ടുള്ള ഒരുവനെ സ്വപ്നത്തിൽ പോലും ആ യമനാകട്ടെ, അതേപോലെ തന്നെ ഭൂതം, പ്രേതം, പിശാച്, രക്ഷസ് തുടങ്ങിയ ക്ഷുദ്ര രീതിയിലുള്ള ഒരു ശക്തിക്കും സ്വപ്നത്തിൽ പോലും ഇവരെ ഒന്നും തൊടാൻ അവർക്ക് കഴിയില്ല.
മറ്റൊന്നുകൂടി ഇവിടെ ഭക്തിദേവിയോട് പറയുകയാണ്. ഇവിടെ പുത്രന്മാരുടെ ക്ഷയമാണ് ഭക്തിദേവിയെ വേദനിപ്പിച്ചതെങ്കിൽ പറയുകയാണ്, ഭക്തി കൊണ്ട് ഭഗവാൻ എത്രമാത്രം സന്തോഷിക്കുമോ അത്രമാത്രം ഒരു ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും ഭഗവാൻ സംപ്രീതനാവുകയില്ല. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഗോപസ്ത്രീകൾ. അവർക്ക് വേദങ്ങളോ വേദാന്തങ്ങളോ അറിഞ്ഞിരുന്നില്ല. അവരൊരു തപസ്സും ചെയ്തിട്ടില്ല. എന്നിട്ടും തങ്ങളെ തന്നെ ഭഗവാന് സമർപ്പിച്ച ആ ഒരു പൂർണ്ണ സമർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള ഭക്തി, ഭഗവാനിങ്കലുള്ള ഭക്തി അവരെ ഭഗവാനിലേക്ക് എത്തിച്ചുവെങ്കിൽ ഭഗവാൻ അവർക്ക് മോക്ഷത്തെ കൊടുത്തുവെങ്കിൽ, അല്ലയോ ഭക്തേ, അവിടെ ഈ ദ്വാപരയുഗത്തിൽ എപ്രകാരമാണോ ഗോപ സ്ത്രീകൾക്ക് വേണ്ടി ഭഗവാൻ പ്രത്യക്ഷനായി ഭവിച്ചത്, ഭക്തി ഒന്നുകൊണ്ട് മാത്രം അവർക്ക് ഭഗവാനെ ആ ആനന്ദസ്വരൂപനെ അനുഭവിക്കാനായത്, ഈ കലിയിൽ സാധാരണ പറയാറുണ്ട് 1000 വർഷങ്ങളുടെ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനിലേക്ക് എത്തിച്ചേരാനാവൂ എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ കലിയുഗത്തിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രം തന്നെ ആ ഭഗവാനെ സംപ്രീതനാക്കാൻ കഴിയും. അതേസമയം ആ ഭക്തിയെ നിന്ദിക്കുന്നവർക്ക്, ഭക്തിയുള്ളവരെ സജ്ജനങ്ങളെ നിന്ദിക്കുന്നവർക്ക്, ഭക്തിയെ ദ്രോഹിക്കുന്നവർക്ക് ഈ 3 യുഗങ്ങളിലും അതുകൊണ്ട് അവർക്ക് ക്ലേശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനും ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ദുർവാസാവിൻ്റെ കഥയൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ കലിയുഗത്തിൽ പലതരത്തിലുള്ള ഉപാധികളിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സജ്ജനങ്ങൾ ശ്രമിക്കാറുണ്ട്. പല തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നു, വ്രതം എടുക്കുന്നു, യോഗം, യാഗം, ജ്ഞാനം നേടുക, അതേപോലെ തന്നെ കഥാലാപം നടത്തുക. ഇതിനൊക്കെ മുകളിലാണ് ഭക്തിയുടെ സ്ഥാനം. അതുകൊണ്ട് മുക്തി ലഭിക്കുവാൻ, അല്ലയോ ഭക്തിദേവി, ഭക്തി ഒന്ന് മാത്രമേ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗമായി ഭഗവാൻ പറയുന്നുള്ളൂ ഈ കലിയുഗത്തിൽ. ഇങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് ഭക്തിദേവിയെ തൻ്റെ ശക്തി തിരിച്ചറിയിപ്പിച്ചുകൊണ്ട് ഒന്ന് ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ശ്രീ നാരദ മഹർഷി ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, ഈ കഥ തന്നെ സൂതൻ ശൗനക മഹർഷിക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഇത്രയും നാരദ മഹർഷി പറഞ്ഞു ഭക്തിദേവിയോട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സൂതൻ ആ കഥ തുടരുകയാണ്. ഈ കഥകളൊക്കെ, തൻ്റെ മഹത്വമൊക്കെ ശ്രീ നാരദ മഹർഷി പറയുന്നത് കേട്ടപ്പോൾ ഭക്തിദേവിക്കാകട്ടെ ദേഹമാസകലം രോമാഞ്ചമുണ്ടായി. പക്ഷേ എന്നിട്ട് വീണ്ടും ശ്രീ നാരദ മഹർഷിയോട് പറയുകയാണ് ഭക്തിദേവി, ശ്രീ നാരദ മഹർഷി അവിടെ ശ്രീ നാരദ മഹർഷിക്കൊരു വിശേഷണം പറയുന്നത് ഭക്തിദേവി ധന്യനായ അങ്ങ് എന്നാണ് പറയുന്നത്. കാരണം അങ്ങയെപ്പോലെ ഭക്തോത്തമനായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ശ്രീഹരി ഭഗവാന്റെ ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമ ഭക്തനായ അങ്ങ് ധന്യനാണ്. അങ്ങനെയുള്ള അങ്ങ് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഒന്നിനോടും ഒട്ടലില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ, എങ്ങും തങ്ങുന്ന ഒരു സ്വഭാവമില്ലാത്തത് കൊണ്ട് തന്നെ, സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങയ്ക്ക് ഒന്നിനോടും സംഘമില്ല, മമതാബന്ധമില്ല. അതുകൊണ്ട് തന്നെ പരിപൂർണമായും മനസ്സിനെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന, സദാ ഭഗവത് വിചാരത്തിൽ കഴിയുന്ന അല്ലയോ ധന്യനായ അങ്ങയ്ക്ക് ഈ ഉള്ളവളിൽ അങ്ങിപ്പോൾ പറഞ്ഞ ഈ ഒരു പ്രീതി, കാരണം ഭക്തി ഉള്ളിടത്തൊക്കെ ശ്രീ നാരദ മഹർഷിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉള്ളവള്ളി, ഈ ഭക്തിയിലുള്ള ഒരു പ്രീതി ഏറ്റവും അചഞ്ചലം തന്നെയാണ്. അതിന് ചലനമുണ്ടാവില്ല. ഭഗവാന്റെ ഭക്തരോട് ശ്രീ നാരദ മഹർഷിക്ക് എന്നും ഒരു താല്പര്യ കൂടുതലുണ്ട്. അങ്ങനെ ഈ ഒരു
കരുണാനിധിയായിട്ടുള്ള അല്ലയോ ശ്രീ നാരദ മഹർഷി, അങ്ങ് ഈ ഉള്ളവളുടെ കഥകൾ കേൾക്കാനും, ഭക്തിദേവിയുടെ കഥകൾ മുഴുവൻ ശ്രീ നാരദ മഹർഷി കേട്ടതാണ്. അതിനുശേഷമാണ് ഭക്തിദേവിയുടെ ശക്തി എന്താണെന്ന് ഉപദേശിച്ചത്. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഈ ദുഃഖത്തെയൊക്കെ മാറ്റിയിട്ട് എൻ്റെ ഈ 2 പുത്രന്മാരെ എത്രയും വേഗം അങ്ങ് ഉണർത്തിത്തരേണമേ. ഇങ്ങനെ ഈ ഭക്തിദേവിയുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീ നാരദ മഹർഷി ഭക്തിയുടെ സന്തതികളായിരുന്ന ജ്ഞാനവൈരാഗ്യങ്ങളുടെ കാതുകളിൽ ചെന്നിട്ട് നാരദ മഹർഷി മുഖം അങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, അല്ലയോ ജ്ഞാനവൈരാഗ്യങ്ങളെ, എത്രയും പെട്ടെന്നുണർന്നാലും, കാരണം വിളിച്ചുണർത്തുന്നത് ആരാണ്? ഭക്തോത്തമനായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയാണ്. പക്ഷേ അവർക്കൊരു ചലനവും ഉണ്ടായില്ല. വീണ്ടും ശ്രീ നാരദ മഹർഷി താൻ പഠിച്ച വേദാന്തങ്ങളെല്ലാം, തനിക്കറിയുന്ന ഗീതാപാഠങ്ങൾ മുഴുവൻ പലവട്ടം അവരുടെ കാതുകളിൽ ചൊല്ലിക്കൊടുത്തിട്ട് അവരെ പണിപ്പെട്ടിങ്ങനെ ഉണർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ കണ്ണ് തുറക്കാതെ തന്നെ അവരിടയ്ക്കിടെ ഇങ്ങനെ കോട്ടുവായൊക്കെ ഇട്ടുകൊണ്ട് അത്യന്തം ക്ഷീണിതരായിട്ടുള്ള വീണ്ടും അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു കാഴ്ചയാണ്, ദയനീയമായ ഒരു കാഴ്ചയാണ് ഭക്തിദേവി കാണുന്നത്. ഇത്രയും ഒക്കെ തനിക്കറിയുന്നതെല്ലാം, ഭഗവത് സംബന്ധമായിട്ടുള്ള എല്ലാ സച്ചിന്തകളും പകർന്നിട്ടും, അവരുടെ കാതുകളിൽ പകർന്നു കൊടുത്തിട്ടും ഉണരാതിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളെ കണ്ടപ്പോൾ ശ്രീ നാരദ മഹർഷിക്കും ഒരു സങ്കടമായി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരുടെ ആ ഒരു വൃദ്ധഭാവവും ആ ഒരു ആലസ്യം വിടാത്ത നിദ്രയും ഒക്കെ കണ്ടപ്പോൾ സങ്കടത്തോടുകൂടി ആ ഒരു നാരദ മഹർഷി തന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടെ ഒരു അശരീരി കേൾക്കാനിടയാവുന്നത്. ആ അശരീരി പറഞ്ഞത്, അല്ലയോ നാരദ മഹർഷേ, അങ്ങ് വിഷമിക്കേണ്ട. കാരണം അങ്ങയുടെ ഈ ഉദ്യമം അത് ഭക്തോത്തമനായിട്ടുള്ള അങ്ങയുടെ ഉദ്യമം എന്തായിരുന്നു? ഈ ഭക്തിയെ ഉണർത്തുക, ഭക്തിയെ ശക്തിപ്പെടുത്തുക. ഭക്തിയെ ശക്തിപ്പെടുത്തണമെങ്കിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണരണം. അതിനു വേണ്ടിയുള്ള അങ്ങയുടെ ഈ ഉദ്യമം ഒരിക്കലും പാഴായി പോവില്ല. അത് തീർച്ചയായും ഫലവത്തായി തീരുക തന്നെ ചെയ്യും. പക്ഷെ അതിനു വേണ്ടി അങ്ങൊരു സൽക്കർമ്മം ചെയ്യേണ്ടതുണ്ട്. ആ സൽക്കർമ്മം എന്താണെന്നുള്ളത് അങ്ങയോട് ഭാഗവതോത്തമന്മാർ പറഞ്ഞു തരും, ഭാഗവതോത്തമൻ പറഞ്ഞു തരും. അങ്ങനെ അങ്ങ് ആ ഒരു സൽക്കർമ്മം ചെയ്താൽ ഇവരുടെ ഈ നിദ്രയും വൃദ്ധാവസ്ഥയും ഒക്കെ വിട്ടുപോവുകയും ചെയ്യും, ഭക്തി സർവ്വദിക്കിലും പ്രചരിക്കുകയും ചെയ്യും എന്നൊരു അശരീരി വാക്ക്. അപ്പം ഈ അശരീരി വാക്ക് കേട്ടതാരൊക്കെയാണ്? ശ്രീ നാരദ മഹർഷി കേട്ടിട്ടുണ്ട്, ഭക്തിദേവി കേട്ടിട്ടുണ്ട്, അവിടെ മറ്റുള്ള ധാരാളം സ്ത്രീകൾ നമ്മൾ കണ്ടിരുന്നു, സുന്ദരികളായ സ്ത്രീകളുണ്ടായിരുന്നു. അവരും എല്ലാവരും ഈ ഒരു ആകാശവാണി അഥവാ ഈ ഒരു അശരീരി വാക്ക് വളരെ സ്പഷ്ടമായി തന്നെ കേട്ടു. ഇത് കേട്ട് കഴിഞ്ഞിട്ടും ശ്രീ നാരദ മഹർഷിക്കൊരു സന്ദേഹം, ഇതിപ്പോൾ എവിടെയാണ് ആ ഭാഗവതോത്തമനുള്ളത്? ഞാൻ എങ്ങനെയാണ് എന്ത് സൽക്കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നത്? തുടങ്ങി പലതരത്തിലുള്ള സന്ദേഹ ചിന്തകൾ ശ്രീ നാരദ മഹർഷിയിലൂടെ കടന്നുപോയി. ഒടുവിൽ ഈ ഭക്തിദേവിയെയും പുത്രന്മാരെയും എല്ലാവരെയും അവിടെ ഉപേക്ഷിച്ചിട്ട് നാരദ മഹർഷി അങ്ങനെ പല തീർത്ഥസ്ഥലങ്ങൾ തോറും അങ്ങനെ അലഞ്ഞു നടന്നു, പല മഹർഷിമാരോടും ചോദിച്ചു. പക്ഷേ ശ്രീ നാരദ മഹർഷി പറഞ്ഞ ഈ കഥകളൊക്കെ കേട്ടിട്ട് ചില മഹർഷിമാർ പറഞ്ഞു, അങ്ങനെ ഈ ഗീതാപാഠം കൊണ്ടും മറ്റുള്ള വേദാന്തങ്ങൾ കൊണ്ടും ഉണരാത്ത ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തുക അസാധ്യമാണ്. ചിലരാകട്ടെ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്നു പോയി. മറ്റു ചിലർ തങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പലതരത്തിലുള്ള സജ്ജനങ്ങളെ, മഹർഷിമാരെ കണ്ടുമുട്ടിയെങ്കിലും തൻ്റെ സന്ദേഹം മാറ്റിത്തരാൻ എന്ത് സൽക്കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന്
അറിയാൻ ഉള്ള ഉപായമൊന്നും ആരിൽ നിന്നും ശ്രീ നാരദ മഹർഷിക്ക് കിട്ടിയില്ല. അങ്ങനെ നടന്ന് ശ്രീ നാരദ മഹർഷി ഒടുവിൽ ബദരീവനത്തിൽ വന്ന് എത്തിച്ചേരും. അവിടെ വന്നിരുന്ന് തപസ് ചെയ്യുകയായിരുന്നു ശ്രീ നാരദ മഹർഷിയുടെ ലക്ഷ്യം. അങ്ങനെ തപസ് ചെയ്യാനായിട്ട് ശ്രീ നാരദ മഹർഷി ബദരീവനത്തിൽ എത്തിയപ്പോൾ അവിടെ വെച്ചാണ് ഈ സനൽകുമാരാദി മഹർഷിമാരെ, സനകാദികളെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അങ്ങനെ ബദരീവനത്തിൽ വെച്ച് സനൽകുമാരാദികളെ കണ്ടുമുട്ടിയ നാരദ മഹർഷി അവരോട് പറയുന്നുണ്ട്, എൻ്റെ ഒരു മഹാഭാഗ്യം കൊണ്ടാണ് അല്ലയോ യോഗീശ്വരന്മാരെ, മുനിശ്രേഷ്ഠന്മാരെ, സനൽകുമാരാദി മഹർഷിമാരെ നിങ്ങളെ എനിക്ക് കണ്ടുമുട്ടാനായത്. നിങ്ങളെയൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് പ്രായമേ പറയുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഭക്തിയുടെ മാർഗത്തിൽ ഏറ്റവും മുതിർന്നതായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവരിലും ശ്രേഷ്ഠരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയുമല്ല, നിങ്ങൾ എവിടെയാണ് വസിക്കുന്നത്? വൈകുണ്ഠത്തിലാണ് അല്ലേ? നമുക്കറിയാം സനൽകുമാരാദി മഹർഷിമാർ വൈകുണ്ഠത്തിൽ സദാ ഹരിനാമകീർത്തന തൽപരരും ഹരിലീലാമൃതത്തിൽ ഉന്മത്തരുമായിട്ട് നടക്കുന്നവരാണ്. അവർക്കെപ്പോഴും ഭഗവത് ചിന്ത മാത്രമേയുള്ളൂ. എപ്പോഴും സദാസമയവും ഹരിശരണം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ശ്രീ നാരദ മഹർഷി പറയാണ്, അതുകൊണ്ട് തന്നെയാണ് അവരെ ജരകൾ ബാധിക്കാത്തത്. കാരണം എപ്പോഴും ഹരിയെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാലത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടാവുന്നില്ല. ഈ കാലത്തിൻ്റെ മാറ്റമാണ് ജരകൾക്ക് കാരണമായി തീരുന്നത്. ഇവിടെ സദാ ഒരേ കാലത്തിലാണ് ഈ സനൽകുമാരാദി മഹർഷിമാർ കഴിയുന്നത്. തന്നെയല്ല, നമുക്ക് ഇവിടെ അതും നാരദ മഹർഷി പറയുന്നുണ്ട്, പണ്ട് വൈകുണ്ഠലോകത്തിലെ ദ്വാരപാലകന്മാരായിട്ടുള്ള ജയവിജയന്മാർ ഈ സനൽകുമാരാദി മഹർഷിമാരോട് വേണ്ട വിധത്തിൽ ആദരവ് കാണിക്കാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരുന്നു ഭൂമിയിലേക്ക് വന്നതും ഒക്കെ. എന്നിട്ടും അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് ജന്മമെടുക്കേണ്ടി വന്നെങ്കിൽ പോലും ഈ മഹർഷിമാരുടെ ഭഗവാന്റെ അതിയായ കാരുണ്യം കൊണ്ട് അവർക്ക് 3 ജന്മങ്ങൾ കൊണ്ട് തന്നെ വീണ്ടും തിരികെ വൈകുണ്ഠത്തിലേക്ക് എത്താനും കഴിഞ്ഞു. അപ്പോൾ പറയാണ്, അങ്ങനെയൊക്കെയുള്ള ദയാലുക്കളായിട്ടുള്ള അല്ലയോ സനൽകുമാരാദി മഹർഷിമാരെ എനിക്ക്. അപ്പോൾ ഈ കഥകൾ മുഴുവൻ സനൽകുമാരാദി മഹർഷിമാരോട് നാരദ മഹർഷി പറഞ്ഞു കേൾപ്പിച്ചു, ഈ ഭക്തിദേവിയുടെയും തുടർന്നുണ്ടായ കഥകളുമെല്ലാം. അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ആ സൽക്കർമ്മം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരയണമേ എന്നൊരു അപേക്ഷയാണ് പിന്നീട് നാരദ മഹർഷി പറയുന്നത് അവിടെ. അപ്പോൾ ഇത്രയും ശ്രീ നാരദ മഹർഷി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞു, ഇവിടെ ശ്രീ നാരദ മഹർഷി ഇത്ര കാലവും കുറേ നാളുകളായി അലയാൻ തുടങ്ങിയിട്ട് എന്തിനാ? ഭക്തിദേവിയുടെ സങ്കടത്തെ മാറ്റാൻ, ഭക്തിയെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം തേടിയായിരുന്നു നാരദ മഹർഷി അലഞ്ഞൊടുവിൽ ഇപ്പോൾ ഈ ബദരീവനത്തിലെത്തിയത്. അപ്പോൾ പറയാണ്, അത് എന്തുകൊണ്ടും അങ്ങയെ സംബന്ധിച്ചിടത്തോളം അതൊരു അതിൽ ഒട്ടും തന്നെ അങ്ങ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഒട്ടും തന്നെ അങ്ങ് ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് തന്നെ ഭക്തോത്തമനാണ്, ഭഗവാന്റെ സദാ വിചാരത്തിൽ കഴിയുന്ന ഒരു ധന്യനാണ്. അങ്ങനെയുള്ള അങ്ങ് ഈ ഭക്തിയെ വീണ്ടും ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി അങ്ങ് നടത്തുന്ന ഈ ഒരു ഉദ്യമം ഒട്ടും ആശ്ചര്യമില്ല എന്ന് തന്നെയല്ല, അങ്ങ് ചെയ്ത ഈ പുണ്യകർമ്മം അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നൊരു
എന്നുള്ളത് അങ്ങയുടെ ഈ ഒരു ജന്മത്തിൻ്റെ, അങ്ങയുടെ ഈ ഒരു ഭക്തിയുടെ, ഭഗവാനിങ്കലുള്ള ആ ഒരു ഭക്തിയുടെ മഹത്വമാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ നാരദ മഹർഷിക്കായിക്കൊണ്ട്. ഇവിടെ സൽക്കർമ്മങ്ങൾ പലതും പല മഹർഷിമാരും മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് വളരെയേറെ ശ്രമം ആവശ്യമുള്ളതാണ്. ഇനിയും അങ്ങയ്ക്കായി കൊണ്ട് പറയപ്പെട്ട ഈ അശരീരി, ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സൽക്കർമ്മം എന്താണെന്ന് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ അങ്ങ് ചിന്തിക്കുന്നുണ്ടാവും, വളരെ ദ്രവ്യയജ്ഞങ്ങളോ തപോയോഗ വേദ പാഠാദി യജ്ഞങ്ങളോ ഒക്കെ ചെയ്യേണ്ടതുണ്ട് ഇതിനെന്നാണെങ്കിൽ ഇല്ല, ഇതൊന്നും ചെയ്യേണ്ടതില്ല. കാരണം അതൊക്കെ കർമ്മബഹുലമായിട്ടുള്ളതാണ്. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ അശരീരി വാക്കുകൾ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ടിട്ടുള്ള ശ്രീമദ് ഭാഗവത കഥയാണ് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ശക്തി പകരാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, ഈ ഒരു ശ്രീമദ് ഭാഗവത കഥ അത് കേട്ടാൽ തന്നെ ഈ ജ്ഞാനവൈരാഗ്യങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറിപ്പോകുമെന്ന് തന്നെയുമല്ല, സുഖവും ഭക്തിയും ഉണ്ടാകും. അഥവാ ഈ 3 പേർക്കും, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് 3 പേർക്കും ബലം വർദ്ധിക്കുകയും ചെയ്യും. പിന്നെയോ കലിദോഷത്തെ മുഴുവൻ അകറ്റുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളതുമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് അങ്ങ് ഭാഗവത കഥാലാപം നടത്തിയാലുമെന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്രീ നാരദ മഹർഷിക്കൊരു സന്ദേഹം. കാരണം വേദങ്ങളും വേദാന്തങ്ങളും ഗീതയും ഒക്കെ അവരുടെ കാതുകളിൽ ഓതിക്കൊടുത്തിട്ടും ഉണരാത്ത ജ്ഞാനവൈരാഗ്യങ്ങൾ എങ്ങനെയാണ് ഈ ഭാഗവതാലാപനം കൊണ്ട് ഉണരുന്നത്? വീണ്ടും സംശയം ചോദിക്കുകയാണ് അവിടെ ശ്രീ സനൽകുമാരാദി മഹർഷിമാരോട്. അപ്പോൾ സനൽകുമാരാദി മഹർഷിമാർ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു, എപ്രകാരമാണോ ഭക്തിദേവിയുടെ ശക്തിയെ ശ്രീ നാരദ മഹർഷി ഉണർത്തിവിട്ടത്, തിരിച്ചറിയിച്ചു കൊടുത്തത്, ഇവിടെ അതേപോലെ ആ ഭാഗവത കഥ എപ്രകാരം ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തും എന്ന ശ്രീ നാരദ മഹർഷിയെ കാണിച്ചു കൊടുക്കുന്നത് നാരദ മഹർഷിയുടെ ആ ഒരു ശക്തിയെ, മഹത്വത്തെ ഒന്ന് ഉണർത്തി കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാരദ മഹർഷിയെ ഉണർത്തിക്കൊണ്ടാണ്. ഇവിടെ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞു കൊടുക്കുകയാണ്, വേദവും വേദാന്തവും എല്ലാം അങ്ങ് ആ ജ്ഞാനവൈരാഗ്യങ്ങളുടെ കാതിൽ മൊഴിഞ്ഞുവെങ്കിലും ഈ വേദാന്തങ്ങളുടെ എല്ലാം സാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. നമ്മളൊരു വൃക്ഷത്തിൻ്റെ രുചി അറിയണമെങ്കിൽ അതിൻ്റെ ഫലത്തെ രുചിച്ചു നോക്കിയാൽ മതിയാകും. വൃക്ഷം ആമൂലാഗ്രം അങ്ങനെ രുചിച്ചു നോക്കേണ്ടതില്ല. അതേപോലെ തന്നെ പാലിൽ കലർന്നിട്ടുള്ള നെയ്യ് ആസ്വദിക്കാൻ അങ്ങനെ നമ്മൾ പാല് കുടിച്ചാൽ പറ്റില്ല. എന്നാൽ അത് കടഞ്ഞെടുത്താൽ അത് ദിവ്യമായിട്ടുള്ള നെയ്യുടെ രൂപത്തിൽ നമുക്ക് ലഭ്യമാകും. അതിനെ അനുഭവിച്ച് അതിനെ രുചിക്കാനും കഴിയുന്നതുപോലെ പിന്നെയും ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കരിമ്പിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. കരിമ്പിൽ അടിമുടി ശർക്കരയുണ്ട്, പക്ഷേ അത് ശർക്കരയുടെ രൂപത്തിലേക്ക് അത് പിഴിഞ്ഞെടുത്ത് രൂപാന്തരം വരുത്തി വരുമ്പോൾ മാത്രമേ ശർക്കരയുടെ
സ്വാദ അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ അല്ലയോ ശ്രീ നാരദ മഹർഷേ, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ വേദാന്ത സാരമായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത കഥാമൃതം അങ്ങ് ആലാപനം ചെയ്യൂ. എന്നിട്ടൊന്നുകൂടി പറഞ്ഞു, ഒരിക്കൽ ഈ വേദവ്യാസ മഹർഷിക്ക് 17 പുരാണങ്ങളും രചിച്ചിട്ടും തൃപ്തിയാകാതെ മനസ്സ് ഖിന്നനായി നടന്നിരുന്ന വേദവ്യാസ മഹർഷിക്ക്, അല്ലയോ നാരദ മഹർഷി, അങ്ങല്ലേ ഈ ഭാഗവത കഥ ഉപദേശിച്ചു കൊടുത്തത് ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ? അപ്പോൾ ആകുലമായ ചിത്തത്തെ മാറ്റിമറിക്കാൻ അങ്ങ് തന്നെ ഉപദേശിച്ചു കൊടുത്ത ഈ ഭാഗവത കഥാമൃതത്തെ അങ്ങ് ആലാപനം ചെയ്താൽ, അങ്ങ് പറഞ്ഞു കൊടുത്താൽ ജ്ഞാനവൈരാഗ്യങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറും. അവർ ഉണർന്നെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അതിലൂടെ ഭക്തിദേവിയും ശക്തി പ്രാപിക്കുകയും ചെയ്യും. അല്ലയോ നാരദ മഹർഷിയെ? ഇങ്ങനെ ശ്രീ നാരദ മഹർഷിയുടെ മഹത്വത്തെയും, അതായത് എന്താണ് ദുഃഖം നീങ്ങാൻ വേണ്ടത് എന്ന് ശ്രീ നാരദ മഹർഷി തന്നെ മുൻപൊരിക്കൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തു. ആർക്ക്? സാക്ഷാൽ ശ്രീ വേദവ്യാസ മഹർഷിക്കാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഒരു സൽക്കർമ്മം എന്താണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അതൊന്ന് ഉണർത്തി കൊടുത്ത് ശ്രീ നാരദ മഹർഷിക്ക് അത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി. ഭക്തിയെ പുനഃസ്ഥാപിക്കാൻ താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. ആ സമയത്ത് എന്നിട്ട് സനൽകുമാരാദി മഹർഷിമാരുടെ പാദങ്ങളിൽ വീണ് നമിക്കുന്ന ഒരു രംഗമാണ് പിന്നീട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം ഈ സംസാര സാഗരത്തിൽ നിമഗ്നരായി കിടക്കുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളുടെ ദുഃഖം, ഇതൊക്കെ ആരെ കണ്ടാലാണോ അത് നിശേഷം മാറിപ്പോകുന്നത്, ആ ദുഃഖം നശിച്ച് ആ പരമാത്മജ്ഞാനം ലഭിക്കുവാനാവുന്നത്, അങ്ങനെയുള്ള ആ സനൽകുമാരാദി ആ ശ്രേഷ്ഠ മുനിശ്രേഷ്ഠന്മാരുടെ ആ ഒരു പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അവിടെ നാരദ മഹർഷി പറയുന്നുണ്ട്, പല ജന്മങ്ങൾ പൂർവ്വജന്മങ്ങളിൽ നിന്നും ആർജിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സുഹൃതത്തിൻ്റെ ഒരു സഞ്ചയമുണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ ഒരു സത്സംഗം ഉണ്ടാവുകയുള്ളൂ. കാരണം ആ സത്സംഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ അജ്ഞാനമാകുന്ന ഈ ഒരു മോഹ ചുഴിയിൽ നിന്നും മനുഷ്യൻ കരകയറേണ്ടതുണ്ട്. അതാവട്ടെ ഭാഗവതമാകുന്ന ജ്ഞാനാമൃതത്തിന് മാത്രമേ. ഭാഗവതത്തിൽ ഇതെല്ലാം ഉണ്ട്, ജ്ഞാനമുണ്ട്, വൈരാഗ്യമുണ്ട്, ഭക്തിയുടെ അമൃതവുമുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രീ നാരദ മഹർഷിയിലൂടെ ഇങ്ങനെയൊരു ഭാഗവത കഥാലാപത്തിലൂടെ ശ്രീ വ്യാസഭഗവാൻ നമുക്കായിക്കൊണ്ട് ഇവിടെ പറഞ്ഞു തരികയാണ്. ആ ഭക്തിയെ ഉണർത്തി ഈ സംസാര സാഗരത്തിൽ നിന്നും മുക്തി നേടൂ. നമുക്കും ആ വ്യാസഭഗവാന്റെയും ശ്രീ നാരദ മഹർഷിയുടെയും സനൽകുമാരാദി മഹർഷിമാരുടെയും എല്ലാ മഹാത്മാക്കളുടെയും ഭഗവാന്റെ ഭക്തന്മാരുടെ എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ, രണ്ടാമത്തെ അധ്യായത്തിലെ ഈ ഒരു കഥാസാരത്തിൽ അങ്ങ് പറയിപ്പിച്ച ഈ വാക്കുകളെ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. നമ്മൾ രണ്ടാമത്തെ അധ്യായം കഥാസാരം
ഒന്ന് നോക്കി ഇനിയും അടുത്ത ദിവസം മുതൽ അതിലെ ഓരോരോ ശ്ലോകങ്ങളായിട്ട് പഠിക്കാമെന്ന് കരുതുന്നു. ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തിത്തരട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ.